നമസ്കാരം. പ്രധാന വാർത്തകൾ. വർക്കലയിൽ ക്ഷേത്രോത്സവത്തിനിടെ കഞ്ഞിസദ്യ കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 100-ലധികം പേർ ചികിത്സ തേടി. വർക്കല വിളഭാഗം അമ്മൻനട ദേവീ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കഞ്ഞിസദ്യ കഴിച്ചവർക്കാണ് 2 ദിവസത്തിനു ശേഷം വിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായത്. കടുത്ത ഛർദിയും വയറിളക്കവും പനിയും ശരീര തളർച്ചയുമാണ് ഭൂരിഭാഗം പേർക്കും അനുഭവപ്പെട്ടത്. ആരുടെയും നില ഗുരുതരമല്ല. വർക്കല താലൂക്ക് ആശുപത്രിയിൽ മാത്രമായി 66-ലധികം രോഗികൾ ഇന്നലെയും ഇന്നുമായി ചികിത്സ തേടിയെത്തി. ഇപ്പോഴും ചികിത്സയ്ക്കായി രോഗികൾ എത്തുന്നുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വെട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 50-ലധികം ആൾക്കാർ ചികിത്സ തേടി. നിരവധി പേർ മറ്റ് ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട്. കഞ്ഞിസദ്യ കഴിഞ്ഞ് 2 ദിവസം പിന്നിട്ട് മാത്രമാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നതിനാൽ ക്ഷേത്രത്തിലെ ആഹാര പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും ക്ഷേത്രത്തിലേക്ക് സംഭരിച്ച വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കണ്ണൂരിൽ കർഷകനെ ആക്രമിച്ച കാട്ടുപന്നിയെ നാട്ടുകാർ കൊന്നു. കണ്ണൂർ പാനൂരിൽ കർഷകൻ കൊല്ലപ്പെട്ടയിടത്ത് നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നുവെന്നാണ് വിവരം. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കൃഷിയിടങ്ങളിൽ ഇറങ്ങി വിള നശിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ മുമ്പൊരിക്കലും ആളുകളെ ഇത്തരത്തിൽ പന്നി ആക്രമിച്ചിരുന്നില്ല. വിഷയത്തിൽ പരാതികളൊന്നും ഇതുവരെ ലഭിച്ചില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കാറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. കാർ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മാത്തിലാണ് അപകടമുണ്ടായത്. കാർ ഡ്രൈവർ എച്ചിലാംവയൽ സ്വദേശി ജോസഫാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ജോസഫിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് കടക്കുന്നതിനിടെ പട്ടാളത്തിന്റെ വെടിയേറ്റ് മലയാളി മരിച്ചു. ജോർദാൻ അതിർത്തിയിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മലയാളി വെടിയേറ്റ് മരിച്ചു. തിരുവനന്തപുരം തുമ്പ സ്വദേശി ഗബ്രിയൽ പെരേരയാണ് ജോർദാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. എംബസിയിൽ നിന്ന് ഇമെയിൽ സന്ദേശം വഴി മരണവിവരം കുടുംബത്തെ അറിയിച്ചു. ഗബ്രിയലിനൊപ്പമുണ്ടായിരുന്ന മേനംകുളം സ്വദേശി എഡിസനും വെടിയേറ്റു. ഇയാൾ നാട്ടിൽ തിരിച്ചെത്തി. വിസിറ്റിംഗ് വിസയിലാണ് ഗബ്രിയലും എഡിസനും ജോർദാനിലെത്തിയത്. ഫെബ്രുവരി 10 അനധികൃതമായി ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേറ്റത്. 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മറ്റ് 2 പേർ ഇസ്രായേൽ പട്ടാളത്തിന്റെ പിടിയിലായി. ഇവർ ഇസ്രായേലിലെ ജയിലിലാണ്. ആശാ വർക്കേഴ്സിന്റെ സമരവേദിയിൽ വീണ്ടും എത്തി സുരേഷ് ഗോപി. മഴയത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് റെയിൻകോട്ടുകളും കുടകളും അദ്ദേഹം നൽകി. നാളെ ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രി JP നദ്ദയെ കാണുമെന്നും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നാളെ ഇതിനായി ഡൽഹിക്ക് പോവുകയാണ്. കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ട് സംസാരിക്കും. ആവശ്യമാണെങ്കിൽ പ്രധാനമന്ത്രിയോട് സംസാരിക്കും. സുരേഷ് ഗോപി വ്യക്തമാക്കി.